ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഓക്കെ മക്കളെ, എല്ലാവരും റെഡി ആണല്ലോ? ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മൾ മുന്നേ പാർട്ട് 1 ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാ കൂട്ടുകാരും ആ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനലിൽ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാ, ഓരോ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് മക്കള് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മിസ് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു തരാം. മിസ് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂട്ടുകാർക്ക് ഇതുപോലുള്ള ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കൾ നിങ്ങളുടെ പേര് എഴുതണം. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് മക്കൾ നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതണം. ഡിവിഷൻ എന്നുള്ളത് നിങ്ങളുടെ ക്ലാസ് ഡിവിഷനും മക്കൾ എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും എഴുതി പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി 3യിലോട്ട് പോവാം. ആക്ടിവിറ്റി 1ഉം 2ഉം അല്ലേ നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മക്കളെ. ആക്ടിവിറ്റി 3 നെയിം കാർഡ്. നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മുടെ പോളിനോർമയിലെ നമ്മുടെ ബാക്ക് ടു ഗ്രീൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ പോളി പാരറ്റിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? ആരൊക്കെയായിരുന്നു മക്കളെ? നമ്മുടെ ജില്ലും റില്ലും ഡില്ലും ആയിരുന്നു അല്ലേ? ആരൊക്കെയായിരുന്നു മക്കളെ? പേര് പറഞ്ഞേ. നമ്മുടെ ജിൽ, പിന്നെ ആരായിരുന്നു? ഡിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ റില്ല് ഉണ്ടായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ മക്കളെ. നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ജില്ലിന്റെയും ഡില്ലിന്റെയും റില്ലിന്റെയും ഒക്കെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഇപ്പം മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നോക്കിക്കേ, നമ്മുടെ നെയിം കാർഡാണ് കേട്ടോ. നമ്മുടെ ജില്ലിനും ഡില്ലിനും ഒക്കെ എന്തുണ്ട്, അവരുടെ പേരും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നെയിം കാർഡ് ഉണ്ട്. നോക്കിക്കേ മക്കളെ, എന്താണ്? ഇതാണ് നമ്മുടെ ആര്? ജില്ല് അല്ലെ? ദിസ് ഈസ് ജിൽ. ജിൽ ഈസ് ഗ്രീൻ. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. എന്തൊക്കെയാ മക്കളെ ജില്ലിന്റെ നെയിം കാർഡിൽ എഴുതിയിട്ടുള്ളത്? ദിസ് ഈസ് ജിൽ. Jill is green. Jill has a big beak. എന്തായിരുന്നു മക്കളെ ബീക്ക് എന്ന് പറഞ്ഞാൽ? ഇതിനാണ് ബിഗ് ബീക്ക് എന്ന് പറയാം അല്ലെ? അപ്പൊ ജില്ലിന് എന്താണുള്ളത്? ഓർത്തിരുന്ന മക്കളെ, ചിലപ്പോൾ നമുക്ക് ഇതേ രീതിയിലായിരിക്കില്ല, വേറെ രീതിയിലും ഈ ക്വസ്റ്റ്യൻസ് വന്നാലും മക്കൾ ഇവിടെ പഠിക്കേണ്ടത് നമ്മുടെ ജില്ലിന്റെയും ഡില്ലിന്റെയും റില്ലിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു, അതാണ് പഠിക്കേണ്ടത്. അപ്പൊ ജില്ലിന് എന്താണുള്ളത് മക്കളെ? ബിഗ് ബീക്ക് ആണുള്ളത്. ഇവിടത്തെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ച മക്കളെ, എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ജില്ലിന് എന്തുണ്ട്? ബിഗ് ബീക്ക് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ദിസ് ഈസ് ജിൽ. മിസ്സിനോടൊപ്പം വായിച്ചേ. ദിസ് ഈസ് ജിൽ. ജിൽ ഈസ് ഗ്രീൻ. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ഓക്കെ അല്ലേ മക്കളെ? ജില്ലിന് എന്താണുള്ളത്? ഇപ്പം തന്നെ പഠിച്ചേ. ജില്ലിന് എന്താണുള്ളത്? ബിഗ് ബീക്ക്. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ ആരിലേക്കാ പോകുന്നത് മക്കളെ? നമ്മുടെ ഡില്ലിന്റെ അടുത്തേക്കാണ്. ഇതാരാണ് മക്കളെ? ഇതാരാണ്? ദിസ് ഈസ് ഡിൽ. ദിസ് ഈസ് ഡിൽ. ഡിൽ ഈസ് ഗ്രീൻ. പിന്നെയോ ഡില്ലിന് എന്താണുള്ളത്? നല്ല നീളമുള്ള കാലുകളാണുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. എന്താണ്? ലോങ് ലെഗ്സ് ആണ് ആർക്കുള്ളത്? ഡില്ലിനുള്ളത്. പഠിച്ചോ മക്കൾ? ഇപ്പം തന്നെ പഠിച്ചോട്ടെ. ഡില്ലിന് എന്താണുള്ളത്? ലോങ് ലെഗ്സ് ആണുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പം ജില്ലിന് എന്തുണ്ട്? ബിഗ് ബീക്ക് ഉണ്ട്. ഡില്ലിന് എന്തുണ്ട്? ലോങ് ലെഗ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ സെന്റൻസ് പറഞ്ഞത്? ദിസ് ഈസ് ഡിൽ. Dill is green. Dill has
long legs. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ദെൻ നോക്കിക്കേ, നമ്മളോട് പറഞ്ഞത് എന്താണ്? പ്രിപ്പയർ എ നെയിം കാർഡ് ഓഫ് റിൽ. ഇവിടെ നമ്മൾ ജില്ലിന്റെയും ഡില്ലിന്റെയും നെയിം കാർഡ് പരിചയപ്പെട്ടല്ലോ. അതേ രീതിയിൽ നമ്മുടെ റില്ലിനും എന്തു ആക്കി കൊടുക്കാനാണ് മക്കളെ പറഞ്ഞത്? ഒരു നെയിം കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ്. നെയിം കാർഡിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. വളരെ ചെറിയ ഭാഗം മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. നോക്കിക്കേ മക്കളെ, എന്താണ്? ദിസ് ഈസ് റിൽ. റിൽ ഈസ് ഗ്രീൻ. ഇതാരാണ്? റില്ലാണ്. റിൽ ഈസ് ഗ്രീൻ. പിന്നെ എന്താ മക്കളെ റില്ലിന്റെ പ്രത്യേകത പറയാ? റില്ലിന് എന്തുണ്ട് മക്കളെ? കഴുത്തില് ഒരു റെഡ് റിംഗ് ഉണ്ട്. എന്തുണ്ട്? റെഡ് റിംഗ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? റിൽ ഹാസ് എന്ത് പറയാം മക്കളെ? റെഡ് റിംഗ്. എന്തുണ്ട്? റെഡ് റിംഗ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എഴുതി തന്നെ പഠിച്ചോട്ടെ മക്കളെ. എന്തിനൊക്കെ സ്പെല്ലിംഗ് മക്കൾ പഠിക്കണം? ദിസ് സ്പെല്ലിംഗ് പഠിക്കണം. ഓക്കെ. പിന്നെയോ ജിൽ, റിൽ, ഡിൽ. അത് പിന്നെ മക്കൾ അറിയണ്ടായിരിക്കും അല്ലേ? എങ്ങനെയാണ്? റില്ല്, അതുപോലെ ജിൽ, പിന്നെയോ ഡിൽ. റില്ലിന് എന്താണുള്ളത്? റെഡ് റിംഗ്. എഴുതി പഠിച്ചോ മക്കളെ. റെഡ് റിംഗ്. റെഡ് റിംഗ്. RING. റെഡ് റിംഗ്. ജില്ലിന് എന്താണുള്ളത്? നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, ജില്ലിന് എന്തുണ്ട്? ബിഗ് ബീക്ക് ഉണ്ട്. എന്താണുള്ളത്? ബിഗ് ബീക്ക്. എഴുതി പഠിക്കണേ മക്കളെ. ഇത് എഴുതി പഠിക്കാനുള്ള വേർഡ്സ് ആണ്. ദെൻ നമ്മൾ ഡില്ലിന് എന്തുണ്ട് എന്ന് പറഞ്ഞു? ലോങ് ലെഗ്സ്. ഇത് നിർബന്ധമായിട്ടും എഴുതി പഠിക്കുക വേർഡ്സ് എക്സാമിന് മുന്നേറ്റ്. ദിസിന്റെ സ്പെല്ലിങ്. അതുപോലെ ഗ്രീന് പഠിക്കണം മക്കൾ. എന്താണ്? ഗ്രീൻ. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ ജില്ലിന്റെയും ഡില്ലിന്റെയും റില്ലിന്റെയും പ്രത്യേകത. റില്ലിന് എന്താണുള്ളത് മക്കളെ? റെഡ് റിംഗ്. റിൽ എന്ന് എഴുതുമ്പോൾ സ്പെല്ലിംഗ് എന്താണ്? RIL. അപ്പൊ ഓർക്കുക, എന്താണ്? റെഡ് റിംഗ്. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമ്മുടെ ജില്ലും ഡില്ലും ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ജില്ലിന് എന്തുണ്ട് എന്നാ പറഞ്ഞത്? അതിന് ബിഗ് ബീക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡില്ലിനോ ലോങ് ലെഗ് ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അത് കൃത്യമായിട്ട് മക്കളെ എഴുതി തന്നെ പഠിച്ചോട്ടെ മക്കളെ. നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ റില്ലിന്റെ നെയിം കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? വായിച്ചേ. ദിസ് ഈസ് റിൽ. റിൽ ഈസ് ഗ്രീൻ. റിൽ ഹാസ് എ റെഡ് റിംഗ്. റില്ലിന് എന്തുണ്ട്? ഒരു റെഡ് റിംഗ് ഉണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ? കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അല്ലേ? അപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗമാണ് നമുക്ക് എക്സാമിനുള്ളത് എങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് മക്കള് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്നതാണ് അല്ലേ. നോക്കിക്കേ മക്കളെ. വാട്ട് വിൽ ദി റാബിറ്റ് സേ? കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. ഇവിടെ നമ്മുടെ റാബിറ്റും ബെയറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് അല്ലേ. അപ്പൊ എന്തായിരിക്കും റാബിറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു പിക്ചർ സ്റ്റോറി എന്നുള്ള രീതി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. റാബിറ്റ് എന്ത് കഴിച്ചു? ഒരു ബനാന കഴിച്ചു. ബനാനയുടെ ആ പീൽ എന്ത് ചെയ്തു മക്കളെ? ആ തൊലി എന്ത് ചെയ്തു? അവനങ്ങ് വലിച്ചെറിയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പൊ എന്ത് സംഭവിച്ചു? അതുവഴി വന്നിട്ടുള്ള ബെയർ എന്ത് ചെയ്തു? ആ തൊലിയിൽ ചവിട്ടിയിട്ട് നെരങ്ങി വീഴാണ് ചെയ്തത് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ബെയറിന് ദേഷ്യം വന്നിട്ട് ബെയർ എന്ത് പറയാണ്? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇതിനി ആവർത്തിക്കരുത്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മക്കളെ? പഴം കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ വലിച്ചെറിയാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അത് നമുക്കോ അല്ലെങ്കിൽ ആ വഴിയെ പോകുന്ന മറ്റാളുകൾക്കൊക്കെ അത് അപകടം വരുത്തി വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബെയർ പറഞ്ഞു ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞില്ലേ. ഇനി ഇത് ആവർത്തിക്കരുത്. അപ്പൊ എന്തായിരിക്കും മക്കളെ നമ്മുടെ റാബിറ്റ് റിപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? പറഞ്ഞേ മക്കളെ. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാണ്. തെറ്റ് ചെയ്ത് നമ്മൾ ആളുകളോട് എന്ത് പറയോ? എന്ത് പറയും? പറഞ്ഞേ. സോറി പറയില്ല. നമ്മളത് ക്ഷമ പറയും. എന്ത് പറയും? ക്ഷമ പറയില്ലേ? സോറി പറയൂ അല്ലേ. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ അവിടെ എഴുതേണ്ടത്? ഐ ആം
ഐ ആം സോറി. സോറിയുടെ സ്പെല്ലിംഗ് പഠിച്ച മക്കളെ നേരത്തെ മിസ് പറഞ്ഞ സെക്ഷനിലേക്ക് ഉൾപ്പെടുത്തിക്കോ കേട്ടോ. SORRY സോറി. ഐ ആം സോറി. എന്താ പറയാ? ഐ ആം സോറി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ബെയർ എന്താ പറഞ്ഞത്? ഡാൺ റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. റാബിറ്റ് മറുപടി ആയിട്ട് എന്താ പറഞ്ഞത്? ഐ ആം സോറി. എന്താ പറഞ്ഞിട്ടുള്ളത്? ഐ ആം സോറി എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ല മക്കളെ? ക്ലിയർ ആയിട്ടില്ലേ? അപ്പൊ ഇതുപോലുള്ള കോൺവെർസേഷൻ ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ വരും. ഒരുപാടൊന്നും എഴുതാനുണ്ടായിരിക്കില്ല. ഇതുപോലെ 1-2 വേർഡ്സ് മാത്രമേ എഴുതാനുണ്ടാവുള്ളൂ. അതാണ് മിസ് പറഞ്ഞത്. എന്താ? സ്പെല്ലിംഗ് മസ്റ്റ് ആണ്, പഠിച്ചിരിക്കണം. സോറി പഠിച്ചിരിക്കുക. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കാം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം മക്കളെ. ആക്ടിവിറ്റി 5 ആഡ് എ ലൈൻ ടു ദി സോങ്. നമുക്ക് അവിടെ ഒരു സോങ് തന്നിട്ടുണ്ട്. ആ സോങ്ങിലേക്ക് ഒരു ലൈൻ ആഡ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. മിസ് ആദ്യം ഒന്ന് വായിച്ചു തരാം. നോക്കിക്കേ. പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ്. മിസ്സിനോടൊപ്പം പാടിക്കേ മക്കളെ. പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദി റെയിൻ. The elephant is playing in the rain. ഇനി അടുത്ത സെക്ഷൻ നോക്കിക്കേ മക്കളെ. പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. ഇവിടെ ആരോ ഒരാള് പ്ലേ ചെയ്യാണ് എന്നുള്ളത് മക്കൾ എഴുതണം. തൊട്ട് മുകളിൽ നമ്മൾ എന്താ എഴുതിയത്? ദ എലഫന്റ് ഈസ് പ്ലേയിങ് എന്നല്ല എഴുതിയത്. അതുപോലെ ഇവിടെ മറ്റു കൂട്ടുകാരില്ല മക്കളെ. ആരൊക്കെയാണ്? നമ്മുടെ റാബിറ്റ് ഉണ്ട്, അതുപോലെ ഡക്ക് ഉണ്ട് അല്ലേ? അവിടെ ആരുടെയെങ്കിലും ഒരാളുടെ പേര് എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ മക്കൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ എഴുതിയാൽ തന്നെ മക്കൾക്ക് എന്ത് കിട്ടും? 5 മാർക്ക് കിട്ടും. ഓക്കെ. അപ്പൊ എന്ത് പഠിച്ചോളാം? ഡക്ക്, റാബിറ്റ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എലഫന്റ് സ്പെല്ലിംഗ് പഠിച്ചോളാം. ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഡക്ക് എന്ന് എഴുതാം. അപ്പൊ എന്തായിട്ട് മാറി മക്കളെ? പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. ഡക്ക് ഈസ് പ്ലേയിങ് ഇൻ ദ റെയിൻ. ഇനി വേണമെങ്കിൽ നമുക്ക് ആരെ എഴുതാം? റാബിറ്റിനെ എഴുതാം. റാബിറ്റ്, RABBIT, റാബിറ്റ്, മൊയില്. എങ്ങനെ നമുക്ക് പാടാം മക്കളെ? പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് in the rain. Rabbit is playing in the rain. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ പോളിയുടെ പേരും പോളിയുടെ ബേബീസിന്റെ പേരും അതുപോലെ തന്നെ പോളിയുടെ ഫ്രണ്ട്സിന്റെ പേരും ഒക്കെ കൃത്യമായിട്ട് സ്പെല്ലിംഗ് തെറ്റാതെ മക്കളെ എഴുതി പഠിച്ച മക്കളെ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാം കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റഡി മെറ്റീരിയൽ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള PDF അവൈലബിൾ ആണ്. മക്കൾ എന്ത് ചെയ്യുക? അത് നോക്കുക. ഓരോ ക്വസ്റ്റ്യനും വായിക്കുക. അതിനുള്ള ആൻസർ മക്കൾ സ്വയം ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലാസ്സുകളെല്ലാം മിസ് ആപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആപ്പിലുള്ള കൂട്ടുകാരൊക്കെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടിട്ട് എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ? അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.